മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ടീച്ചർ ഒരാളോട് ഹാൻഹുളിനെ കുറിച്ച് ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. അയാൾ തെല്ലൊരു ഭയത്തോടെ ഹാൻഹുളിനെ കുറിച്ച് തന്നെയാണോ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. നിങ്ങൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നല്ല, മരിക്കുമെന്ന് തന്നെ ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോവുകയാണ്. കൗൺസിലിംഗ് റൂമിൽ ചെറിയൊരു ടെൻഷനോടെ ആരെയോ കാത്തിരിക്കുകയാണ് ടീച്ചർ. വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നത് ഹാൻഹുൾ ആയിരുന്നു. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ച് അവൻ ടീച്ചർക്ക് മുന്നിലുള്ള കസേരയിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചിടത്തേക്കാണ് അടുത്ത സീൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ലീ ജീവുവിനെ തേടി ക്ലാസ്സിലേക്ക് കയറിയ ഗാമിൻ ആകെ എംബാരസ്ഡായി അതേ സ്പീഡിൽ തിരിച്ച് പുറത്തേക്ക് കടന്നപ്പോൾ സേഹ്യൂൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി എന്ന്. എനിക്ക് ജീവു ആരാന്ന് അറിയില്ലല്ലോ, അവിടെ കുറേ പെൺകുട്ടികളുണ്ടല്ലോ, എങ്ങനെ അതിൽ നിന്ന് കണ്ടുപിടിക്കും എന്ന് ഗാമിൻ ചോദിക്കുമ്പോൾ അതിനെന്താ, ജീവു ആരാന്ന് ചോദിച്ചാൽ പോരെ എന്ന് സേഹ്യൂൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ആരോ ജീവു എന്ന് ഉറക്കത്തിൽ വിളിക്കുന്നത് കേൾക്കുന്നത്. അവർ ജനലിലൂടെ ക്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ തന്നെ സേഹ്യൂന് ആളെ പിടികിട്ടി. അവൾ സ്റ്റഡി ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവൾ ഹ്യോൻഹോയുടെ സിസ്റ്ററാണ് എന്ന് സേഹ്യൂൻ പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ഗാമിൻ ജനലിലൂടെ വീണ്ടും നോക്കുമ്പോഴാണ് അവളെ വേറെ പെൺകുട്ടികൾ ചേർന്ന് ബുള്ളി ചെയ്യുന്നത് കാണുന്നത്. ഹീവൺ എന്നു പേരുള്ള ജീവുവിൻ്റെ ഫ്രണ്ടും അവിടെ ഭയത്തോടെ ഇരിപ്പുണ്ട്. ഹീവൺ ബുള്ളിയെ തുറിച്ചു നോക്കുന്നത് കണ്ട് നീ എന്തിനാടി എന്നെ നോക്കി പേടിപ്പിക്കുന്നത് എന്ന് ചോദിച്ച് അടിക്കാൻ ഓങ്ങിയതും ജീവു തടഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ എന്നെ ഉപദ്രവിക്കാം, പക്ഷേ അവളെ തൊട്ടു പോകരുത് എന്ന് പറയാണ്. ഇത് കേട്ടതും ബുള്ളി അവളുടെ മുഖത്ത് ആഞ്ഞടിച്ച് വയറിനിട്ട് ചവിട്ടുന്നുണ്ട്. അവരുടെ തല്ലിനിടയിൽ താഴെ വീണ ജീവു തയ്യാറാക്കിയ സ്റ്റഡി നോട്ടിലാണ് ഇപ്പോൾ ബുള്ളി ചവിട്ടി നിൽക്കുന്നത്. ഓ, നീ എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണോ? ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ബുള്ളി ചവച്ചുകൊണ്ടിരുന്ന ഗം അതിലേക്ക് തുപ്പുകയാണ്. അത് സ്റ്റഡി നോട്ടിൽ എത്തുമ്പോഴേക്കും കറക്റ്റ് സമയത്ത് ഗാമിൻ അവിടെ എത്തി നോട്ട്സിനെ രക്ഷിക്കുന്നുണ്ട്. ബുള്ളി ഗാമിനെ നോക്കി ഇവനെന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഗാമിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ നല്ല രീതിയിൽ തയ്യാറാക്കിയ നോട്ട്സിലായിരുന്നു. ആ സമയത്താണ് ഗ്യൂജിൻ എന്നു പേരുള്ള ഒരു പയ്യൻ അവിടേക്ക് വരുന്നത്. അവൻ ഡിസിപ്ലിനറി കമ്മിറ്റി മെമ്പറാണ്. ഗാമിനെ നോക്കിക്കൊണ്ട് ഹ്യോൻഹോയെ അടിച്ചമർത്തിയ ഗാമിൻ നീയല്ലേ? എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് നിനക്കെന്താ കാര്യം എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഗാമിൻ സ്റ്റഡി ഗ്രൂപ്പിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴേക്കും സേഹ്യൂൻ അവൻ്റെ വായ പൊത്തിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഗ്യൂജിൻ ജീവുവിനെ നോക്കി ഇതൊക്കെ എന്താ, നീ വേറൊരു പയ്യനുമായിട്ട് എന്തിനാ സംസാരിക്കാൻ പോയത്? വേറൊരു പയ്യനുമായി നിനക്കൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? നീ നിയമം തെറ്റിച്ചു, ഒന്നുകിൽ നീ ഇതിനുള്ള പതിവ് ശിക്ഷ ഏറ്റുവാങ്ങണം, അല്ലെങ്കിൽ എന്നെ നീ സന്തോഷിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ ജീവു പ്രത്യേകിച്ചൊരു റിയാക്ഷനും ഇല്ലാതെ രണ്ട് കൈ നീട്ടിക്കൊണ്ട് അടിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അവൻ അടിക്കാനായി വടി ഉയർത്തിയപ്പോഴേക്കും അവൻ്റെ മുഖത്ത് ഗം വന്ന് പതിക്കുകയാണ്. ഗാമിൻ എറിഞ്ഞതായിരുന്നു അത്. നീയല്ലേ പറഞ്ഞത് അവൾ നിന്റെ ഗേൾഫ്രണ്ടാണെന്ന്, എന്നിട്ട് ഇങ്ങനെയാണോ അവളെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഗാമിൻ അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ ഹുയിയെ തോൽപ്പിച്ചെന്ന് കരുതി എല്ലാവരെയും തോൽപ്പിക്കാൻ നിനക്ക് കഴിയുമെന്ന് വിചാരിക്കണ്ട എന്ന് മറുപടി പറഞ്ഞ് അവൻ്റെ കണ്ണട ഊരി അവനെ എടുത്തെറിയാൻ നിൽക്കുമ്പോഴാണ് PT ടീച്ചർ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗാമിനെ താഴെ നിർത്തി അവൻ്റെ ഗ്ലാസ് തിരികെ ഇട്ടുകൊടുത്ത് നമുക്ക് പിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഗ്യൂജിൻ അവിടെ നിന്നും പോവുകയാണ്. ഗാമിൻ്റെയും സേഹ്യൂൻ്റെയും സ്വന്തം സ്ഥലമായ ലൈബ്രറിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് നേരത്തെ നടന്ന സംഭവം ചർച്ച ചെയ്യാണ് അവർ. നീ ഈ സ്കൂളിൽ നല്ലപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? എന്തിനാ അവൻ്റെ മുഖത്തേക്ക് ഗമ്മെറിയാൻ പോയത്? അവൻ ഡിസിപ്ലിനറി കമ്മിറ്റിയിലെ മെമ്പറാണെന്ന് നിനക്കറിയില്ലേ? സ്കൂൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും അവനെ നീ കണ്ടിട്ടില്ലേ? ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവൻ ഉണ്ടാവുക എന്നൊക്കെ സേഹ്യൂൻ പറയുമ്പോൾ അവൻ DC മെമ്പറാണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു, ഞാൻ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലെ മെമ്പറെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയതാണ് എന്നവൻ മറുപടി പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീവൺ അങ്ങോട്ട് വരുന്നത്. തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് വന്ന കാര്യം പറയുകയാണ് അവൾ. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോം ജീവുവിൻ്റെ പേര് വെച്ച് ഞാനാണ് നിങ്ങൾക്ക് അയച്ചത്. ഞാനെന്തിനാ എങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ് അവൾ. പിന്നീട് ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ബുള്ളിക്ക് ഗ്യൂങ്ജിനോട് ക്രഷ് ഉള്ളതിനാൽ അവൻ്റെ ഭംഗിയെപ്പറ്റി പൊക്കി പറയുമ്പോൾ അവളുടെ ഫ്രണ്ട് കമൻ്റ് അടിക്കുന്നത് കേട്ട ഹീവൺ അറിയാതെ ചിരിച്ചു പോവാണ്. അന്ന് മുതലാണ് ബുള്ളി അവളെ നോട്ടീസ് ചെയ്ത് ആക്രമിക്കാൻ തുടങ്ങുന്നത്. ബുള്ളി ഹീവണിൻ്റെ പൈസ ഒക്കെ വാങ്ങിച്ചു പോകുമ്പോൾ എല്ലാം നോട്ടീസ് ചെയ്തിരുന്ന ജീവു ബുള്ളിയെ തടഞ്ഞ് പൈസ തിരിച്ചു വാങ്ങിച്ച് അവൾക്ക് തന്നെ നൽകുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ ജീവുവിനെ ബുള്ളി ചെയ്യാനുള്ള കാരണം ഞാനാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല, അതിൻ്റെ പിന്നിൽ വേറൊരു റീസൺ ഉണ്ട്. ജീവുവിൻ്റെ ബ്രദർ ഒരു ദിവസം രാത്രി ആർക്കോ വേണ്ടിയുള്ള കാശുമായിട്ട് പോകുമ്പോൾ കുറച്ചാളുകൾ വന്ന് അവനെ ആക്രമിച്ച് ആ കാശുമായി കടന്നു കളയുന്നുണ്ട്. ഈ കാര്യം അവൻ ഗ്യൂജിനോട് പറഞ്ഞ് അത്യാവശ്യമുള്ളതിനാൽ കുറച്ച് കാശ് കടം ചോദിക്കുകയാണ്. കാശൊക്കെ ഞാൻ തരാം, പക്ഷേ പകരമായി നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട് അവനപ്പോൾ. അങ്ങനെ ഗ്യൂജിൻ പറഞ്ഞതനുസരിച്ച് ഒരു ATM കൗണ്ടറിൽ പോയി ATM തല്ലി പൊളിച്ച് അതിനകത്തെ കാശ് എടുത്ത് കൊണ്ടുവന്ന് ഗ്യൂജിന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അവൻ ഹ്യൂയുടെ അറിവോടെ തന്നെ തൻ്റെ ഫോണിൽ പകർത്തുന്നുമുണ്ടായിരുന്നു. ഇതിന് പകരമായിട്ട് ഹൂയിക്ക് ആവശ്യമുള്ള ക്യാഷ് അവൻ നൽകുന്നുണ്ട്. ഈ വീഡിയോ കാണിച്ചാണ് അവൻ ജീവുവിനെ എന്നും ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹ്യോൻഹോയുമായി അവൾ നല്ല ബന്ധത്തിലല്ലെങ്കിലും ആകെയുള്ള ഒരു കുടുംബാംഗം അവനായതിനാൽ ആ വീഡിയോ പുറത്തു പോയാൽ അവൾക്ക് ആരുമില്ലാതാകുമെന്നോർത്താണ് അവൾ ഇതെല്ലാം സഹിക്കുന്നത്. ആ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ അച്ഛൻ്റെ ട്രാൻസ്ഫർ കാരണം ഞാനും ഈ സ്കൂളിൽ നിന്ന് പോവുകയാണ്, പക്ഷേ ഞാൻ ഈ കാര്യം ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടി അവളെ നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിലെ അംഗമാക്കണം, പിന്നെ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് തരാമോ?
എന്നൊക്കെ അവൾ അപേക്ഷയോടെ ചോദിക്കുകയാണ്. ഇത് കേട്ട് ഗാമിൻ സേഹ്യൂണിനെ നോക്കി നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ എന്നെ നോക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അവൻ. സേഹ്യൂണിന് ഹീവണിൻ്റെ ഈ കെഞ്ചുന്ന മുഖം കണ്ടിട്ട് നോ എന്ന് പറയാനും തോന്നുന്നില്ല. അവൻ അങ്ങനെ ഓക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ ഉള്ള പെൻഡ്രൈവ് എവിടെ ഉണ്ടാവുക അറിയോ എന്ന് ഗാമിൻ ചോദിക്കുമ്പോൾ ഡിസിപ്ലിനറി കമ്മിറ്റി റൂമിൽ ഉണ്ടാവുമെന്ന് ഹീവൺ പറയുന്നുണ്ട്. ഇത് കേട്ടതും സേഹ്യൂൺ അവിടെ നമുക്ക് പോകാൻ കഴിയില്ല കേട്ടോ, അവരുടെ ഒരു ഗ്യാങ് തന്നെ അവിടെയുണ്ട്, അതും സ്കൂളൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഗ്യാങ് ആണ്, നമ്മളെപ്പോലെയുള്ള സ്റ്റുഡൻസ് ആരും തന്നെ ആ ഭാഗത്തേക്ക് പോവാറില്ല എന്ന് പറയുകയാണ്. DC റൂമിൽ 2 പയ്യന്മാർ ആ വീഡിയോ അടങ്ങിയിട്ടുള്ള USB തിരയുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. ജീവു പവർലെസ് ആവാൻ മാത്രമുള്ള എന്താണ് ഈ വീഡിയോക്കുള്ളിലുള്ളത് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് അവരുള്ളത്. പെൻഡ്രൈവ് കണ്ടുപിടിച്ച് അവരത് പ്ലേ ചെയ്യാൻ നേരമാണ് ഗ്യൂജിൻ അവിടേക്ക് വരുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ അടിച്ചിടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെങ്കിൽ വാ ഞാൻ കാണിച്ചു തരാം, എന്നോട് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ആ വീഡിയോ പ്ലേ ചെയ്യാൻ നിൽക്കുമ്പോൾ ആ പയ്യന്മാരിൽ ഒരുത്തൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഈ വീഡിയോ പുറത്തുവിടില്ല എന്നുള്ളത് അവന് പ്രോമിസ് കൊടുത്തതല്ലേ എന്ന്. പ്രോമിസൊക്കെ ലൂസേഴ്സാണ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അവളുടെ ഒരേ ഒരു ഫാമിലി മെമ്പറിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയാൽ അവനെന്തായാലും പോലീസ് വെക്കും, പിന്നെ അവൾക്ക് ആരാണുള്ളത്, ഞാൻ മാത്രമേ ഒരു തുണയായിട്ടുള്ളൂ, അതാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് അവൻ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഒരു ലോക്കറിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഇതെല്ലാം ഗാമിൻ കാണുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മൾ ആദ്യത്തിൽ കണ്ട സീനിൻ്റെ ബാക്കിയാണ്. യോൻഹുയി എവിടെ? ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്നാണ് എന്ന് ടീച്ചർ ഹാൻഹുളിനോട് പറയുമ്പോൾ ഞാൻ ആരുമായിട്ടും ക്ലോസ് അല്ല, എനിക്കറിയില്ല അവൻ എവിടെയുള്ളതെന്ന്. അവൻ ഗ്യൂജിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല, അതായിരിക്കും ഇപ്പോൾ മുങ്ങി നടക്കുന്നത് എന്ന് മറുപടി പറയുകയാണ് അവൻ. ടീച്ചർ ഇങ്ങനെയുള്ള കേസിലൊക്കെ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കരുതിയത് സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീച്ചറാവുമെന്നാണ്. ഇങ്ങനെയുള്ള ലോ ലൈഫ് ആൾക്കാരെയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നവൻ പറയുമ്പോൾ ഗ്യൂജിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കാൻ അവനെ നിർബന്ധിതനാക്കിയത് നീയാണെന്ന് എനിക്കറിയാം. നിനക്ക് വേണ്ടി ആ പണവുമായി പോകുമ്പോഴല്ലേ അത് സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ട് ടീച്ചർ വീണ്ടും പറയുന്നു, അവനെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതും ആക്രമിക്കാൻ പറഞ്ഞതും നീയാണെന്നും എനിക്കറിയാം. നിൻ്റെ ആവശ്യങ്ങൾക്കായി അവനെ യൂസ് ചെയ്യുന്നത് നീ നിർത്തണം എന്ന്. ഇത് കേട്ടതും ഒരു ഭീഷണി സ്വരത്തിൽ ഇതിനാണോ ടീച്ചർ എന്നെ വിളിപ്പിച്ചത്? ഹ്യുൻഹോയി സ്കൂളിൽ വരുന്നതും വരാത്തതും ടീച്ചർ നോക്കേണ്ട കാര്യമില്ല, ടീച്ചറിനെ തന്നെ ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ടീച്ചർ പറയുന്നു, ഹാൻവുള, ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഹോപ്പ്ലെസ് ആയി തോന്നുമെങ്കിലും അതിനർത്ഥം നമുക്ക് അവരെ വേണ്ടെന്ന് വെക്കാം എന്നല്ല എന്ന്. തിരിഞ്ഞു നിന്ന്, ഓ അപ്പോൾ നിങ്ങൾക്കിത് വിട്ടുകളയാനുള്ള പ്ലാനില്ലല്ലേ? കുറച്ചു കാലമായി ഇതുപോലുള്ള ആൾക്കാരെ കണ്ടിട്ട്, നിങ്ങൾ അനുഭവിച്ചു വന്ന ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടും ഇതുതന്നെ പറയാൻ തോന്നുന്നുണ്ടല്ലോ, ഇൻട്രസ്റ്റിംഗ് എന്ന് അവൻ പറയുമ്പോൾ ഞാനിതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുത്തോളാം എന്ന് പറയുകയാണ് ടീച്ചർ. ഓ ഇതൊരു കോംപ്ലിമെൻ്റ് ഒന്നുമല്ല, എനിക്ക് നിങ്ങളോട് തോന്നുന്ന സഹതാപമാണ്, നിങ്ങൾ ഉടനെ തന്നെ നിരാശനാവും എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അവൻ. ഇതേ സമയം DC റൂമിൽ അവരുടെ പ്ലാനുകളെല്ലാം കേട്ട ഗാമിൻ ദേഷ്യം വന്ന് ലോക്കറിൽ ഇടിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് അവർ ലോക്കറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവർ ലോക്കറിൻ്റെ ഡോർ തുറക്കും മുമ്പേ ഗാമിൻ ചവിട്ടി തുറന്ന് അവരെ ഇടിച്ചു വീഴ്ത്തി USB എടുക്കാൻ ലക്ഷ്യമാക്കി മുന്നോട്ട് വരികയാണ്. ഇത് നോട്ടീസ് ചെയ്ത ഗ്യൂജിൻ, ഓ അപ്പോൾ ഈ USB എടുത്തു കൊടുക്കാൻ വേണ്ടി ജീവു നിന്നെ പറഞ്ഞയച്ചതാണോ? എങ്കിൽ അത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് ഗാമിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. പക്ഷേ ഫൈറ്ററായ ഗാമിന് അവനൊക്കെ വെറും ചീള് കേസ് മാത്രം. അങ്ങനെ ഫൈറ്റിനിടയിൽ ഗാമിൻ USB എടുക്കുന്നുണ്ട്. ഗാമിൻ എല്ലാവരെയും അടിച്ചിട്ട് പോകാൻ വാതിൽ തുറന്നതും കമ്മിറ്റിയിലെ വേറെ മെമ്പേഴ്സ് അവിടേക്ക് വരുന്നതും ഒപ്പമായിരുന്നു. പിന്നെ അവർ തമ്മിലായി മൽപ്പിടുത്തം. സേഹ്യൂനും ഹീവണും കുറച്ച് മാറി നിന്ന് എത്തി നോക്കുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാതെ. ഗാമിൻ ഇതുവരെ പുറത്തു വന്നില്ലല്ലോ, നമ്മളിനി എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്താലോ? കമ്മിറ്റി മെമ്പറുടെ ശ്രദ്ധ തിരിക്കാനായി ഞാൻ ആ റൂമിൻ്റെ മുന്നിലെത്തുമ്പോൾ നീ എന്നെ ഉറക്കെ തെറി വിളിക്കണം, ഓക്കെ? ഞാൻ ആദ്യം പോകാം, നീ പിന്നാലെ വന്നാൽ മതി എന്ന് സേഹ്യൂൻ പറയുമ്പോഴാണ് അവൾ ഇതുവരെ ആരെയും തെറി വിളിച്ചിട്ടില്ല എന്ന് തിരിച്ചു പറയുന്നത്. ആ സമയത്ത് ജീവു അവിടേക്ക് വരുന്നുണ്ട്. എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ ഹീവൺ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. DC റൂമിൽ ഗാമിനും മറ്റ് മെമ്പേഴ്സും തമ്മിലുള്ള വലിയ മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യൂജിൻ എഴുന്നേറ്റ് വന്ന്, നീ എന്താ വിചാരിച്ചത് USB-യിൽ മാത്രമേ ആ വീഡിയോ ഉള്ളൂ എന്നാണോ? എങ്കിൽ നിനക്ക് തെറ്റി, ഞാൻ ഇവിടെയും സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനത് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതേ സമയം ജീവു ദേഷ്യം വന്ന്, കുറേ കാലമായി സഹിക്കുന്നു, ഞാനിത് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് DC റൂമിന് നേരെ നടക്കുകയാണ്. ഹീവൺ അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. പെട്ടെന്ന് DC റൂമിൻ്റെ വാതിൽ പൊളിച്ച് ഗാമിൻ പുറത്തേക്ക് വരികയാണ്. അവൻ്റെ കയ്യിൽ CPU ഉണ്ട്. അതും പൊക്കിപ്പിടിച്ച് അവൻ ഓടുകയാണ്. പിന്നാലെ DC മെമ്പേഴ്സും. ഓടുന്നതിനിടയിൽ കാൽ തട്ടി ഗാമിൻ വീഴുന്നുണ്ട്. ഗാമിൻ്റെ കയ്യിൽ നിന്നത് തെറിച്ച് നേരെ ചെന്ന് വീഴുന്നത് സേഹ്യൂൻ്റെ അടുത്തേക്കാണ്. നീ വേഗം അതെടുത്ത് നശിപ്പിക്ക്, അതിൽ വീഡിയോ ഉണ്ട് എന്ന് ഗാമിൻ സേഹ്യൂനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ DC മെമ്പറിനെ കിടന്നുകൊണ്ട് തന്നെ തടഞ്ഞു നിർത്തുന്നുണ്ട്. PT ടീച്ചർ ആ സമയം അങ്ങോട്ട് വരുന്നുണ്ട്. ഗ്യൂജിൻ ആവട്ടെ സേഹ്യൂനോട് നീ അത് നശിപ്പിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് തെറിയൊക്കെ വിളിച്ച് അവൻ്റെ പിന്നാലെ ഓടാൻ നോക്കുകയാണ്.
നല്ല പേടിയുണ്ടെങ്കിലും സേഹ്യൂൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതെല്ലാം വാരിയെടുത്ത് ഓടുകയാണ്. പുറകെ വരുന്നവരെയൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ഓടി ഓടി ടെറസിലെത്തി. അതിൻ്റെ വയറുകളെല്ലാം എടുത്തു മാറ്റുമ്പോഴാണ് അവിടേക്ക് ഗ്യൂജിൻ വരുന്നത്. CPU തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ സേഹ്യൂൻ ധൈര്യം സംഭരിച്ച് അതെടുത്ത് താഴേക്ക് വലിച്ചെറിയുകയാണ്. ദേഷ്യം വന്ന ഗ്യൂജിൻ സേഹ്യൂനെ അടിക്കാനായി വരുമ്പോഴേക്കും പിന്നിൽ നിന്ന് ജീവു അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ജീവു നല്ലൊരു ഫൈറ്ററാണെന്ന് നമുക്ക് ഈ ഫൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ നിഷ്പ്രയാസം അവൾ ഗ്യൂജിനെ നിലം പറ്റിക്കുന്നുണ്ട്. പോകാൻ നേരം, ഇനി നീ എൻ്റെ സഹോദരനെ വെച്ച് എന്തെങ്കിലും ചെയ്താ ബാക്കി ഞാൻ അപ്പ കാണിച്ചു തരാം, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്നുണ്ട്. ഗാമിനെ ചെവി പിടിച്ച് വലിച്ചോണ്ട് കൊണ്ടുപോവുകയാണ് PT ടീച്ചർ. അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന USB നിലത്ത് വീണ് കിടക്കുന്നത് അവൻ അപ്പോഴാണ് കാണുന്നത്. ഹീവണിനോട് USB എടുക്കാൻ അവൻ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതിനനുസരിച്ച് അവളത് എടുക്കാൻ പോകുമ്പോഴാണ് ആ ബുള്ളി അത് വന്ന് എടുക്കുന്നത്. ഇത് ഗ്യൂജിൻ്റെ ആണോ? ഇതിനു വേണ്ടിയിട്ടാണോ അവർ തമ്മിൽ ഇത്ര തല്ല് നടന്നത്? അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്താൽ അവന് നല്ല സന്തോഷമാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഹീവണിനെ തള്ളി മാറ്റി അവൾ അതും കൊണ്ട് പോവാണ്. ഇവരിത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവുമല്ലോ എന്ന് ആലോചിച്ച് ധൈര്യം സംഭരിച്ച് ആ ബുള്ളിയെ ഉറക്കെ എടി ക്രേസി ബിച്ച് എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ടതും പോയ അവൾ ദേഷ്യത്തോടെ നീ എന്താടി എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവളെ അടിക്കാനായി ഓടി വരികയാണ്. ഹീവണും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അവൾക്ക് നേരെ ഓടി അവളുടെ വയറിനിട്ട് ഒരു ഇടി കൊടുക്കുന്നു. ബുള്ളി ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ നിലത്ത് വീണു പോകുന്നുണ്ട്. കൂടെ USB തെറിച്ചു വീഴുന്നുണ്ട്. ഹീവൺ വേഗം അതെടുക്കുകയാണ്. അപ്പോഴാണ് ജീവു ഹീവണിനെ അഭിനന്ദിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. പിന്നാലെ വയ്യാത്ത ഗ്യൂജിനെ താങ്ങിപ്പിടിച്ച് DC മെമ്പറുമുണ്ട്. ആ ഒരു സമയത്താണ് ഹ്യൂൻഹുയി എന്തോ പകവെച്ച് ദേഷ്യത്തോടെ ഗ്യൂജിന് നേരെ നടക്കുന്നത് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് ഹാൻഹുളിന് ക്യാഷ് കൊണ്ട് കൊടുക്കുമ്പോൾ നീ എന്തിനാ എത്ര കഷ്ടപ്പെട്ടത്? ക്യാഷ് നിൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോടത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? നീ എന്തിനാ ഗ്യൂജിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കടം വാങ്ങിയത്? നിന്നെ അറ്റാക്ക് ചെയ്ത് ആ ക്യാഷ് തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് നിനക്കറിയോ? അത് ഗ്യൂജിൻ തന്നെയായിരുന്നു. എന്നിട്ട് ആ ക്യാഷ് തന്നെയാണ് നിനക്ക് കടമായിട്ട് തന്നതും. ഇതിൻ്റെ പേരിൽ അവൻ നിൻ്റെ സഹോദരിയെ ശല്യപ്പെടുത്തുന്നുണ്ടിപ്പോൾ എന്നൊക്കെ ഹാൻഹുൾ ഹുയിയോട് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കത്തി കൊടുത്തുകൊണ്ട് അവനെ തീർക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ ഒരു ദേഷ്യത്തിലാണ് ഹ്യൂൻഹുയി ഗ്യൂജിൻ്റെ പിന്നാലെ ചെന്ന് കത്തിയെടുത്തുകൊണ്ട് കുത്തുന്നത്. പക്ഷേ കുത്തേറ്റിട്ടുള്ളത് നമ്മുടെ ടീച്ചർക്കാണ്. ഹ്യൂൻഹുയി കത്തിയെടുക്കുന്നത് കണ്ട് ടീച്ചർ അത് തടയാനായി ചെന്നതാണ്. അപ്പോൾ ടീച്ചർക്കാണ് കുത്തേറ്റിട്ടുള്ളത്. ഹ്യൂൻഹുയി വെപ്രാളപ്പെട്ട് ടീച്ചർ എന്ന് ഉറക്കെ വിളിച്ച് കരയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടുകയാണ്. ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നത് ടീച്ചർ ഹ്യൂൻഹുയെക്കുറിച്ച് ഓരോരുത്തരോടും അന്വേഷിക്കുന്നതാണ്. അവർക്ക് തുണയായി അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിൽ ജീവണിന് സ്പോർട്സിലാണ് താല്പര്യമുണ്ടായിരുന്നത് എങ്കിലും ക്യാഷിൻ്റെ കാര്യം ആലോചിച്ച് അവൾ പഠിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഇതറിയുമ്പോൾ ഹ്യൂൻഹുയി പഠിത്തമൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ല, നീ സ്പോർട്സിൽ തന്നെ ഫോക്കസ് ചെയ്യ്, ഞാൻ കാശുണ്ടാക്കും നിനക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വേദനയോടെ പുളയുന്ന ടീച്ചർ ഹ്യൂൻഹുയിയോട് നീ ഒരിക്കലും നിന്റെ ലക്ഷ്യം കൈവെടിയരുത്, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബോധം കെടുകയാണ്. ഇത് കണ്ട് ഓടി വന്ന ഗാമിൻ ടീച്ചറെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നുണ്ട്. അടുത്ത സീനിൽ ഹോസ്പിറ്റലിലേക്ക് വന്ന ജീവു ടീച്ചറെ കാണാൻ എങ്ങനെ പോകുമെന്ന ചിന്തയോടെ മടിച്ച് മടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ടീച്ചറിന് ചുറ്റുമായി ഗാമിനും സേഹ്യൂനും ഹീവണിനെയും കാണുമ്പോൾ അവൾ ആകെ അത്ഭുതപ്പെടുന്നുണ്ട്. ഹീവൺ ഓടിച്ചെന്ന് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ടീച്ചർക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നവൾ ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ദേ നോക്ക് ഞാൻ ഓക്കെയാണ് എന്ന് ടീച്ചർ മറുപടി പറയുന്നുണ്ട്. ടീച്ചർക്ക് നല്ല ഭാഗ്യമുണ്ട്, ഇൻറ്റേർണൽ ഓർഗൻസിനൊന്നും കാര്യമായിട്ട് പരിക്കില്ല, 2 ആഴ്ച റെസ്റ്റ് എടുത്താൽ മാത്രം മതി എന്ന് സേഹ്യൂനും പറയുന്നുണ്ട്. എൻ്റെ സഹോദരൻ ഇങ്ങനെ ചെയ്തതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അവനുള്ള ശിക്ഷ ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കും. അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞ് ടീച്ചർക്ക് വേണ്ടി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇനി നീ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ടീച്ചർ. അപ്പോൾ ഹീവൺ ഞാനും സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അച്ഛൻ ട്രാൻസ്ഫറായി പോകുന്നുണ്ടെങ്കിലും ഞാൻ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകുന്നില്ല. 2 ബസ് കയറണം, 2 മണിക്കൂർ യാത്ര ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ജീവുവിനോടും ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവരും അത് ശരിവെക്കുമ്പോൾ അവസാനം ജീവുവും സമ്മതിക്കുന്നുണ്ട്. ലൈബ്രറിയിലേക്ക് വന്ന സേഹ്യൂനും കൂട്ടരും കാണുന്നത് ഗാമിൻ നല്ല ഭംഗിയിൽ വ്യത്യസ്തമായ കളറൊക്കെ യൂസ് ചെയ്ത് അവരുടെ ഫോട്ടോസൊക്കെ വെച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി ഒരു മെമ്പറും കൂടെ ജോയിൻ ചെയ്യേണ്ടതുള്ളൂ. അതോർത്ത് ഞാൻ ആകെ നെർവസാണ്. ആ മെമ്പറിനുള്ള സ്പേസ് ഞാൻ ഈ പോസ്റ്ററിൽ ഒഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഗാമിൻ പറയുന്നത്. അവരങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഹ്യൂൻഹുയി മൊഴി കൊടുത്തതിനനുസരിച്ച് ഹാൻവൂളിനെയും പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് അവൻ സ്കൂൾ വന്നിട്ടുണ്ടെന്ന കാര്യം സേഹ്യൂൻ പറയുമ്പോഴാണ് ആരോ അവരുടെ ജനലിന് നേരെ കല്ലെറിയുന്നത്. പെട്ടെന്നുണ്ടായ ആക്രമണമായതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. സേഹ്യൂനും ഗാമിനും ജനലിലൂടെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ടേയോ എന്നു പേരുള്ള ഒരു പയ്യൻ ഗാമിനോട് താഴേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നതാണ് കാണുന്നത്.
കാര്യം എന്തെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഗാമിൻ ഇവരൊക്കെ ആരാ, എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് സേഹ്യുനോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് കാര്യം പിടികിട്ടി. നിനക്ക് ചിലപ്പോൾ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ നീ ഇപ്പോൾ ഈ സ്കൂളിലെ വലിയ നോട്ടപ്പുള്ളിയാണ്. നിന്നെക്കുറിച്ചുള്ള പല പല ഗോസിപ്പുകളും നടക്കുന്നുണ്ട് ഇവിടെ. ജുഡോ കളിക്കുന്ന ഡിസിപ്ലിനറി കമ്മിറ്റി മെമ്പറിനെ വരെ 11th ഗ്രേഡിൽ പഠിക്കുന്ന നീ തോൽപ്പിച്ച വാർത്ത പരന്നിട്ടുണ്ട്. യൂസങ് ഹൈസ്കൂളിൽ ആകെ തല്ലും പിടിയാണെങ്കിലും വ്യത്യസ്തമായ ഗ്രേഡിലുള്ളവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവരുതെന്നൊരു റൂളുണ്ട്. പക്ഷേ ഗ്യൂജിനെ അടിച്ച് നീ ആ റൂള് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ സേഹ്യുൻ പറയുമ്പോൾ അതൊക്കെ, പക്ഷേ ഇവനാരാ എന്ന് ചോദിക്കുകയാണ് ഗാമിൻ. അവൻ 11th ഗ്രേഡിലെ നമ്പർ 1 റാങ്കുകാരനായ ടേയോ ആണെന്ന് സേഹ്യുൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടേയോ അവനെ നോക്കി, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, നിന്റെ സ്ഥാനം എൻ്റെയും മുകളിലാണെന്ന് കരുതിയോ, ആരാണ് മുകളിൽ നിൽക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് വിളിച്ചു പറയുമ്പോൾ നീ തന്നെയാണ് നമ്പർ 1 എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോവുകയാണ് ഗാമിൻ. അവൻ തന്നെ തരം താഴ്ത്തിയതാണെന്ന് മനസ്സിലാക്കിയ ടേയോ, നീ എന്നെ തരം താഴ്ത്തി കെട്ടാൻ നോക്കുമല്ലടാ, നിനക്ക് താഴേക്ക് ഇറങ്ങി വരാൻ സൗകര്യമില്ലല്ലേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരോട് ലീജുനെ പിടിച്ചുകൊണ്ടുവരാൻ പറയുകയാണ്. അവർ ജുന്നിനെ ടേവോൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പോക്കറ്റിൽ നിന്നും സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട്, ഓ നീ നന്നാവാൻ തീരുമാനിച്ചോ, അതും ഈ യൂസെങ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്ന് ചോദിച്ചുകൊണ്ട്, ഇതെന്താണ് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ആപ്ലിക്കേഷനോ എന്ന് ഗാമിൻ കേൾക്കത്തക്ക വിധം ഉറക്കെ പറയുകയാണ്. സ്റ്റഡി ഗ്രൂപ്പ് എന്ന് കേട്ടതും ഓടി വന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കുന്നുണ്ട് ഗാമിൻ. നിന്റെ ഈ ഇൻഫ്ലുവൻസ് കാരണം ഇവനൊരു ലൂസറായി മാറി എന്ന് പറയുമ്പോൾ ഗാമിൻ അതെനിക്ക് താ എന്ന് പറയുകയാണ്. ഓ ഇതാണോ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ച് അവനത് കീറുന്നത് പോലെ ആക്ട് ചെയ്ത് ഗാമിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നു, ഇതുപോലത്തെ ഫോം ഇനി ആരുടെങ്കിലും കയ്യിൽ കണ്ട അവരെ ഞാൻ കൊല്ലും എന്ന്. ഗാമിനെ കുറിച്ച് ഇനി എന്തൊക്കെ പറഞ്ഞാലും അവന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ സ്റ്റഡി ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഗാമിന് പൊള്ളും. ഗാമിൻ ദേഷ്യം വന്ന് ജനൽ വഴി താഴേക്ക് എടുത്തു ചാടുകയാണ്. സേഹൂനും ജീവും ഹെയ്വണും അടക്കം കണ്ടുനിന്ന ആരും തന്നെ അവൻ ജനൽ വഴി ചാടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അവരെല്ലാം ഞെട്ടിത്തെറിച്ച് നിൽക്കെ ഗാമിൻ ചാടി വന്ന് നേരെ ടേവോൻ്റെ മൂക്കിനിടിച്ച് അവനെ നിലത്തിടുന്നുണ്ട്. എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്നാൽ ലീജുവിന് നല്ല സന്തോഷമാവുന്നുണ്ട്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് 3 അവസാനിക്കുന്നത്.